ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ മനുഷ്യരുടെ ഒരു പ്രധാന സ്വഭാവമാണ് അത്ഭുതങ്ങൾ കണ്ടാൽ അതിന്റെ പിന്നാലെ പോവാ എന്നത്. അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുന്ന മനുഷ്യന്റെ ഈ വൈകല്യത്തെ, ദൗർബല്യത്തെ ചൂഷണം ചെയ്യാൻ പിൽക്കാലത്ത് ദജ്ജാൽ പോലും പ്രത്യക്ഷപ്പെടുമെന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ദജ്ജാലിന്റെ പിന്നാലെ മനുഷ്യർ കൂടുന്നത് അത്ഭുതം കണ്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ മായാജാല വിദ്യയിലും മറ്റുമൊക്കെ മനുഷ്യരാകൃഷ്ടരാണ്. അത്ഭുതങ്ങളിൽ മനുഷ്യർക്ക് വലിയ വിശ്വാസവുമുണ്ട്. മാത്രവുമല്ല, ചില സന്ദർഭങ്ങളിൽ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന വിനോദങ്ങൾ മനുഷ്യർ ഒരു വലിയ താല്പര്യത്തിൽ തന്നെ അതിന്റെ പിന്നാലെ കൂടുന്ന എത്രയെത്ര നിരന്തര സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ കാണാറുണ്ട്. നമ്മുടെ ഇടയിൽ ജനങ്ങൾ വേഗത്തിൽ കാര്യങ്ങൾ നടക്കാൻ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഇടങ്ങൾ തേടി പോകുന്ന ഒരു പതിവ് കാണാറുണ്ട്. യഥാർത്ഥത്തിൽ അത് കുഫറിലേക്കും ശിർക്കിലേക്കും എത്തിക്കുന്നു എന്നുള്ളത് മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. മുസ്ലിമീങ്ങൾ തന്നെ ആഭിചാര വിദ്യക്കാരെയും ജ്യോത്സ്യന്മാരെയും സമീപിക്കുന്നത് കാണാം. ആമുഖമായി പറയട്ടെ, നമ്മുടെ അമല് പൊളിഞ്ഞു പോകുന്നത് മാത്രമല്ല, ഇസ്ലാമികമായ ദീനിയായ ആ ഒരു ഐഡന്റിറ്റിയിൽ നിന്ന് തന്നെ നമ്മൾ പുറത്തു പോകുന്ന വിഷയവും ഇതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജ്യോത്സ്യനെ സമീപിക്കുമ്പോൾ അവൻ മുസ്ലിമാണോ, ജ്യോത്സ്യനെ സമീപിക്കാൻ പോയവൻ മുസ്ലിമാണോ മനസ്സിലാക്കി വെക്കാം. ജ്യോത്സ്യൻ പറയുന്ന അത്ഭുതങ്ങളും ആഭിചാര വിദ്യക്കാർ കാട്ടുന്ന അത്ഭുതങ്ങളും പറയുന്ന അത്ഭുതങ്ങളും നേരത്തെ തന്നെ കണക്കുകൂട്ടി അത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത സമയം, സമീപ ഭാവിയിൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മഹാന്മാരായ മലക്കുകൾ ആകാശത്തിലിരുന്നു കൊണ്ട്, ഒന്നാം ആകാശത്തിലിരുന്ന് ഒരു ചർച്ച നടത്താറുണ്ട്. ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന അതിന്റെ നേതൃത്വത്തിലും അള്ളാഹുവിന്റെ ഖലാഇൽ നേരത്തെ അതേക്കുറിച്ച് അറിയാൻ കഴിയുന്നതിലും മഹാന്മാരായ മലക്കുകൾ നമ്മേക്കാൾ മുന്നിൽ തന്നെയാണ്. സ്വാഭാവികമാണ് അവരുടെ ഒരു ചർച്ച ഒന്നാം ആകാശത്തുണ്ടാവാറുണ്ട്. അത് അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു രീതിയാണ്. ആ ചർച്ചയെ കട്ടുകേൾക്കുന്ന പിശാചിനെ ഭൂമിയിൽ ആരാധിച്ചുകൊണ്ടും സ്വാധീനിച്ചുകൊണ്ടും അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടും ആ പിശാചിൽ നിന്നും അറിവാകുന്ന, ആ പിശാച് തോന്നിച്ചു കൊടുത്തത് കൊണ്ട്, പിശാച് തോന്നിച്ചു കൊടുക്കൂലോ, ആ തോന്നിക്കൽ കൊണ്ട് അറിവാകുന്ന ജ്യോത്സ്യനും ആഭിചാരി വിദ്യക്കാരനും അത്ഭുതം പറയും. ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കും, അല്ലെങ്കിൽ അതിനോട് ലാഞ്ചനയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. കേൾക്കുന്നവന്റെ പ്രതികരണത്തിന്റെ രീതിയും മനോഭാവവും ഒക്കെ കണ്ടുകൊണ്ട് പിന്നെ അതിനോട് അനുബന്ധമായ വാക്കുകൾ ചേർത്ത് ഒരു വലിയ അത്ഭുതം പ്രവചിക്കാൻ കഴിയുന്ന ജ്യോത്സ്യന്റെ അത്ഭുത പ്രകടനത്തിൽ മതഭേദമന്യേ എല്ലാവരും പെട്ടിരിക്കുക. മുസ്ലിമീങ്ങളും പെട്ടിട്ടുണ്ട്. ചില വലിയ വലിയ ജ്യോത്സ്യന്മാരുടെ സമീപത്ത് പോകുന്ന ഇസ്ലാമിക വേഷധാരികളായ ധാരാളം ആളുകളെ കാണാറുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ ഇത്തരം ആളുകളുടെ അത്ഭുതത്തെ കുറിച്ച് കൃത്യമായി ചോദിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ പിശാചിനെ സ്വാധീനിച്ചുകൊണ്ട് ജ്യോത്സ്യൻ അത്ഭുതം പറയുന്ന പോലെ തന്നെ ആ പിശാചിനെ സ്വാധീനിച്ചുകൊണ്ട് ആഭിചാരി വിദ്യക്കാർ, സിഹർ ചെയ്യുന്നവർ ഇവിടെ അത്ഭുതങ്ങൾ കാണിക്കുന്നു. കറാമത്തുകളെക്കാളൊക്കെ അപ്പുറം നിൽക്കുന്ന സിഹറുകൾ എന്നൊക്കെ ചിന്തിച്ചു പോകാറുണ്ട് ചില ആളുകൾ. അങ്ങേർക്ക് എന്തെങ്കിലുമൊക്കെ കഴിയും, അയാളെ തൊട്ട് കളിച്ച് അയാളോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം, അയാള് കരിച്ചു കളയും, ഭസ്മമാക്കി കളയും. അങ്ങനെയൊന്നുമില്ല. അള്ളാഹുവിന്റെ ഖലാ ഇല്ലെങ്കിൽ ഒരു സിഹറിന്റെ ബോംബും പൊട്ടൂല. അത് പൊട്ടിക്കുന്നതും അല്ലാഹ് തന്നെയാണ്.
ഏതായാലും ആ വിഷയമായിട്ടുള്ള ഒരു ചെറിയ ചർച്ച ഇൻഷാ അല്ലാഹ് നമ്മൾ ആലോചിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉനാസുൻ അനിൽ ഖുഹാൻ. ഒരിക്കൽ ഒരു സംഘം ആളുകൾ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജ്യോത്സ്യന്മാരെ പറ്റി ചോദിച്ചു. കേട്ട മാത്രയിൽ പുണ്യനബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈസൂ ബിശൈ, ജ്യോത്സ്യന്മാരൊരു ചുക്കുമല്ല, ജ്യോത്സ്യന്മാരൊരു കുന്തമല്ല. അങ്ങനെ പറയാറുണ്ടല്ലോ. ജ്യോത്സ്യന്മാരൊരു വസ്തുവേ അല്ല, അവരൊന്നുമല്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോ തന്നെ അങ്ങനെ പറഞ്ഞു. അതിനർത്ഥം അത്ര കണ്ട് പുച്ഛഭാവത്തോടുകൂടെ അതിനെ വിമർശിച്ചേ പറ്റൂ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആഗതർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നഹും യുഹദ്ദിസൂന അഹ്യാനൻ ബിശൈഇൻ ഫയകൂനു ഹഖ്ഖാ. ഈ ജ്യോത്സ്യന്മാർ പറയുന്നത് മിക്കവാറും ശരിയാവാറുണ്ടല്ലോ, ശരിയായി കാണാറുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിൽ 2 പെൺകുട്ടികളല്ലേ, നിങ്ങൾ ഇത്രയും നാളും പ്രവാസിയല്ലേ, നിങ്ങൾ ഇന്ന ഇന്ന പ്രശ്നങ്ങളിലുള്ള ആളല്ലേ, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതവർ പറയുന്നത് ചിലപ്പോൾ യാഥാർത്ഥ്യത്തോട് യോജിച്ചു വരാറുണ്ട്. അതിന്റെ രഹസ്യം എന്താണെന്നറിയോ? ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം അറിഞ്ഞ പുണ്യ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് കൃത്യമായി തന്നെ പിഴയ്ക്കാത്ത നാവുകൊണ്ട് പറയുകയാണ്, തിൽക്കൽ കലിമത്തു മിനൽ ഹഖി യഖ്തഫുഹൽ ജിന്നിയു. അത് ഹഖായ കലിമത്തിനെ ജിന്ന് കട്ടുകെട്ടതിന്റെ ഭാഗമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഖായ കലിമത്ത് നാളെ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യത്തെ, സമീപ ഭാവിയിൽ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യത്തെ മലക്കുകൾ ചർച്ച ചെയ്യുന്ന ആ ഹഖായ കലിമത്തിലെ, മലക്കുകൾ ഹഖല്ലേ പറയൂ, അവർ ബാത്തിലായതൊന്നും പറയില്ല, സത്യമായതേ പറയൂ, നന്മ ചെയ്യാനേ അവർക്ക് കഴിയൂ. ആ ഹഖായ കലിമത്തിനെ ജിന്ന് കട്ടുകേട്ടതിനെ ഫയുഖിറുഹാ ഫീ ഉദ്നി വലിഹി, ആ ജിന്നിനെ ആരാധിച്ച ആഭിചാര വിദ്യക്കാരന്റെ ചെവിയിൽ ഇട്ടുകൊടുത്തിട്ട് കുപ്പിയുടെ അകത്ത് എന്തെങ്കിലും ഒരു സാധനം സൂക്ഷിക്കാൻ വേണ്ടി അതിലിട്ട് വെച്ചിട്ട് അതിന് കോർക്കുകൊണ്ട് അടപ്പിട്ട് മൂടുന്ന പോലെ ഈ ജ്യോത്സ്യന്റെ ചെവിയിൽ ജിന്ന് കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തിട്ട് കോർക്ക് വെച്ച് അടയ്ക്കുന്ന പോലെ അടയ്ക്കും. എന്നിട്ടോ മുന്നിൽ വന്നിരിക്കുന്ന അനുവാചകന്റെ പ്രതികരണത്തിലും അവന്റെ പ്രതിവചനത്തിലും ജ്യോത്സ്യൻ കൃത്യമായി മനഃശാസ്ത്രപരമായി മനസ്സിലാക്കി യോജിപ്പിച്ച് അതിനോട് ചേർക്കപ്പെടുന്ന കളവുകളുടെ കൂടെ ആ സംസാരത്തെ ഹഖായി തോന്നിപ്പിക്കുന്നതാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 100 കളവാണ് ഒരു ജ്യോത്സ്യൻ, 100 കണക്കിന് കളവുകളാണ് ഒരു ജ്യോത്സ്യൻ തന്റെ അനുവാചകന്റെ മുന്നിൽ പ്രകടമാക്കുന്നത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് ഇത് സംബന്ധമായിട്ട് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ജ്യോത്സ്യന്റെ സമീപത്ത് ഒരാൾ വെറുതെ പോയി, അയാൾ പറഞ്ഞൊന്നും വിശ്വസിച്ചില്ല. എന്നാൽ പോയി വരൽ വഴി 40 ദിവസത്തെ അമല് അള്ളാഹു സ്വീകരിക്കില്ല. എന്ന് വെച്ചാൽ 40 ദിവസം അമല് ചെയ്യേണ്ട ഇനി ഫ്രീ ആയിട്ട് നടന്നോന്നല്ല. അവന്റെ ജീവിതത്തിൽ 40 ദിവസം ചെയ്യുന്ന അമലുകൾക്ക് ഒരു ഖബൂലിയത്തുമില്ല. ആ സമയത്തെങ്ങാനും മരിച്ചുപോയാലോ? അവൻ അവിടെ നിന്ന് ചെയ്യുന്ന 40 ദിവസത്തിന് അമലിന് ഖബൂലിയത്തില്ല, അള്ളാഹുവിന് വേണ്ട. അമലുകളിൽ ഒരു പ്രധാന അമലല്ലേ മരിക്കാൻ നേരം കലിമയല്ല എന്നുള്ളത്. നടക്കുമോ അത്? നീ നടന്നാൽ തന്നെ കബൂലാവണ്ടേ? എന്റെ പ്രിയമുള്ളവരെ, അത് മാത്രമല്ല, ഈ ജ്യോത്സ്യൻ പറഞ്ഞു വന്നപ്പോ മൂപ്പരെന്തോ വലിയ സംഭവമാണെന്ന് തോന്നിയിട്ടാണ് കൂടെ പോയതാ. അയാളുടെ പറച്ചിലും കാര്യത്തിലും ഒക്കെ ഒഴിയിലും അയാളുടെ ഊതലും ഒക്കെ കണ്ടതോടുകൂടി കൂടെ പോയതാണ്. അതിനു വേണ്ടിട്ട് പോയതൊന്നുമല്ല. ഇയാൾക്ക് എന്തൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ എന്നൊരു തോന്നല് വന്നു കഴിഞ്ഞാൽ തന്നെ ആ തോന്നിയവൻ ഇസ്ലാമിൽ നിന്നും പുറത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത്ര ഗൗരവമുള്ള കാര്യം. പർദ്ദയിട്ടവരെ എത്രയെത്ര സിഹറിന്റെ കൂടാരങ്ങളിൽ നിന്നും പിടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ കാണപ്പെടുന്നു. വലിയ വലിയ ഹാജിയാക്കന്മാരെ കാണപ്പെടുന്നുണ്ട്. ചില പ്രശസ്തരായ ജ്യോത്സ്യന്മാരുടെ വീടുകളിലും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംരംഭങ്ങളിലും. ഒരു ഹദീസ് കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി عن عائشة رضي الله عنها قال رسول الله صلى الله عليه وسلم الملائكة تحدث في العنان بالأمر يكون في الأرض. ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മേഘപാളികളിൽ ഇരുന്നു കൊണ്ട് മലക്കുകൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫതസ്മഉ ശയാതീനുൽ കലിമത, മലക്കുകൾ സംസാരിക്കുന്ന ഈ വാക്കുകൾ ശൈത്താന്മാര് കട്ടുകേൾക്കും. അവർക്ക് അവിടെ പോയി ധൈര്യമായിട്ടിരുന്ന് കേൾക്കാനൊന്നും കഴിയില്ല. ഇവിടുന്ന് ചാടി ചെല്ലും. ആ ചെല്ലലിനെ കേൾക്കണ എത്രയാണോ അത്ര ഇങ്ങനെ കേട്ടുകൊണ്ട് പോകും.
അതിനപ്പുറത്ത് കേൾക്കാൻ കഴിയില്ല. അത് കൊണ്ടുവന്ന് ജ്യോത്സ്യന്മാർ ഈ പിശാചിനെ സേവിക്കുന്ന സേവകർക്ക് ചെവിയിലിട്ട് കൊടുക്കും. പിശാച് ആ കേട്ടതിനെ പിശാച് കൊണ്ടുവന്നിട്ട് കൊടുക്കും. ഒരു കുപ്പിയുടെ അടപ്പെട്ട് പൂട്ടുന്ന പോലെ കേട്ടതിനോടുകൂടെ അനുവാചകന്റെ വാചാലതക്കനുസൃതമായി ജ്യോത്സ്യൻ 100 കളവുകളും ചേർക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ആലോചിച്ചോക്കണേ. എന്താണ് ഈ പറഞ്ഞത്? ചെറിയ കാര്യമാണ്. കേട്ടതിന്റെ കൂടെ 100 കളവുകൾ. ഹബീബായ നബി തങ്ങളുടെ ജനനത്തോടുകൂടെ പിശാചിനങ്ങോട്ട് കയറാനുള്ള അവകാശങ്ങളും കഴിവുകളും കുറഞ്ഞു. കേട്ടോളൂ, ഒരു ഹദീസ് കേട്ടോളൂ. മഹാനായ ഇമാം സാവിയെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, വൽ ഹാസിലു അന്ന ശയാത്തീന കാനൂ അവലൻ യസ്തരിഖൂന സമഅ. ആദ്യകാലങ്ങളിലൊക്കെ ശൈത്താന്മാർക്ക് പരിപൂർണമായും അവിടെ പോയി ഇരുന്ന് കേൾക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ആകാശത്തിലും അവർക്ക് കയറി ഇറങ്ങാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിരുന്നു. അത് ഫലമ്മാ വലിദ ഈസ നബി ജനിച്ചതോടുകൂടെ മുനിഉ മിൻ സലാസി സമാവാത്തിൻ ബിഗൈരി ശുഹൂബ്. ഈസ നബി ജനിച്ചതോടുകൂടെ ശൈത്താന്മാരോട് പറഞ്ഞു, ഏറ്റവും താഴെയുള്ള 7-ാം ആകാശം, 6-ാം ആകാശം, 5-ാം ആകാശം, 4-ാം ആകാശം, അത്ര ആകാശം വരെ നിങ്ങൾ വന്നാൽ മതി. അതിനപ്പുറത്തേക്ക് 3-ലും 2-ലും 1-ലേക്കും നിങ്ങൾ വരരുതട്ടോ എന്ന് പറഞ്ഞു. അവർക്ക് വിലക്ക് ഏർപ്പെടുത്തി. എപ്പോ? ഈസ നബി ജനിച്ചു. പിന്നെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം വന്നപ്പോ മുനിഉ മിനസ് സമാവാതി കുല്ലിഹാ ബിശുഹബി. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം വന്നപ്പോ ഇവരോട് പറഞ്ഞു, ഇനി ഒരൊറ്റ ആകാശത്തേക്കും നിങ്ങൾ കയറി വരാൻ പാടില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതോടുകൂടി ഇവരുടെ കഴിവ് അള്ളാഹു, അല്ലെങ്കിൽ ഇവരുടെ സ്വാതന്ത്ര്യത്തെ അള്ളാഹു കുറച്ചു കളഞ്ഞു. ഒറ്റ ആകാശത്തേക്കും കയറരുത് എന്ന് ജിന്നുകളോട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിലക്ക് കൽപ്പിച്ചു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജനിച്ച ശേഷം പിന്നെ ഏതെങ്കിലും ഒരു ജിന്ന് അങ്ങോട്ട് കയറി ചെന്ന ശുഹൂബ് സവാഖിബ് കൊണ്ട് അവരെ എറിയും. ശുഹൂബ് സവാഖിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രത്തിൽ നിന്നും അടർത്തിയെടുത്ത തീ കൊണ്ട് ഇങ്ങനെ കയറി വരുന്ന ജിന്നിനെ എറിയും. ആരെറിയും? മലക്കുകൾ എറിയും. മലക്കുകൾക്ക് ഉന്നം പിഴക്കില്ലെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അതൊരു ശിക്ഷയോടുകൂടെ ഏർപ്പെടുത്തി. മുത്തുനബിയുടെ ജനനത്തോടുകൂടെ ഹബീബിന് നുബുവത്ത് കിട്ടിയതോടുകൂടെ ഈ കയറി വരലിനെ ശക്തമായ രീതിയിൽ കാവൽക്കാരെ നിർത്തിയിട്ട് അല്ലാഹു തആല എതിർക്കുകയും ചെയ്തു എന്ന് മഹാനായ ഇമാം സാവിയെ പോലെയുള്ളവര് രേഖപ്പെടുത്തുന്നുണ്ട്. നക്ഷത്രങ്ങളിൽ നിന്നും അടർത്തിയെടുക്കുന്ന തീ കൊണ്ടാണ് ഇവരെ എറിയുന്നത്. സാക്ഷാൽ ജിന്നുകൾ തീയിൽ നിന്നും പടക്കപ്പെട്ടവരാണ്. ഹദീസിൽ അങ്ങനെയാണുള്ളത്. ഇമാം ബൈളാവി ആ ഹദീസ് പറയുന്നുണ്ട്. ഖുലിഖത്തിൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ എന്ന് പറയുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ പടച്ചതും തീയാണ്, ഇവരെ എറിഞ്ഞു ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും തീയാണ്. പക്ഷെ ഇവരെ പടച്ചിരിക്കുന്നത് സാധാരണ തീയെ കൊണ്ടാണ്. ജിന്നിനെ പടച്ചിരിക്കുന്നത് സാധാരണ തീയാണ്. അവരെ എറിയാൻ ഉപയോഗിക്കുന്നത് കടുപ്പം കൂടിയ തീയാണ്. നക്ഷത്രങ്ങളിൽ നിന്നും അടർത്തിയെടുക്കുന്ന തീ എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രജൻ ഹീലിയമാകുന്ന രാസപ്രവർത്തനത്തിന്റെ തീവ്രമായ ചൂടുള്ളതാണ്. ഇപ്പൊ നമ്മെ പടച്ചിരിക്കുന്നത് മണ്ണിനാലാണ്. മണ്ണിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യന് മണ്ണിന്റെ സൃഷ്ടിയായ ഇഷ്ടിക വെച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മണ്ണിനാൽ പടച്ച ഇഷ്ടിക വെച്ച് തന്നെ മനുഷ്യനെ എറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നല്ല ശക്തമായ ക്ഷതവും അപകടവും ഒക്കെ ഉണ്ടാവും. എന്ന പോലെയാണ് ഹൈഡ്രജൻ ഹീലിയമാകുന്ന രാസപ്രവർത്തനം നടക്കുന്ന നക്ഷത്രങ്ങളിലെ തീക്കനൽ വെച്ചുകൊണ്ട് മലക്കുകൾ എറിയ. അത് ആകാശത്തേക്ക് കട്ട് കേൾക്കാൻ ചൊല്ലുന്ന പിശാചിനെയായി എറിയുന്നത്. ആകാശത്തേക്ക് പിശാച് കട്ട് കേൾക്കാൻ ചെല്ലുന്നു എന്നുള്ളത് പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാച് ഒരു കടപ്പാട് നിർവഹിക്കുന്നതാണ്. എന്താണ് പിശാച് കടപ്പാട് നിർവഹിക്കുന്നത്? പിശാചിനെ ആരാധിക്കരുത് എന്ന് അള്ളാഹു മനുഷ്യന് വിലക്കിയിട്ടുണ്ട്. സേവിക്കരുത്, ആരാധിക്കരുത്.
സേവിക്കരുത്, ആരാധിക്കരുത്. അപ്പൊ സേവിക്കുന്നവരും ആരാധിക്കുന്നവരും മനുഷ്യനിൽ ഉണ്ട് എന്നതിനൊരു മഫ്ഹൂമുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് പിശാചിനൊരു കടപ്പാടുണ്ട്. ആ കടപ്പാടിന്റെ ഭാഗമായിട്ട് ഈ സേവിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള രഹസ്യ സൂചനകൾ കൊണ്ടുവന്ന് കൊടുക്കലാണ് പിശാച് റിസ്ക് എടുത്ത് ചെയ്യുന്ന പണി. അലമഅഹദിലൈക്കും യാ ബനീ ആദമ അല്ലാ തഅ്ബുദുശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ. ആദം സന്തതികളോട് നാം കരാറ് ചെയ്തിരിക്കുകയാണ്. അല്ലാ തഅ്ബുദുശ് ശൈത്വാൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കല്ലേ, നിങ്ങളോട് കരാറ് ഞാൻ ചെയ്തിരിക്കാം. മനുഷ്യരോട് അള്ളാഹു പറയാ, നിങ്ങളോട് ഞാൻ കരാറ് ചെയ്യാം, ആദം സന്തതികളെ നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്. കാരണം ഇന്നഹു ലക്കും അദുവ്വൻ മുബീൻ, പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആരാധിക്കല്ലേ, ശത്രുവാണ്. ആരാധിച്ചാൽ മിത്രാണെന്നാ അതിനർത്ഥം. ആരാധിക്കരുത്, നിങ്ങൾ വിലക്കിയിരിക്കുക, നിങ്ങളോട് കരാറ് ചെയ്തിരിക്കുക ആരാധിക്കല്ലെന്ന്. കാരണം അവൻ നിങ്ങളുടെ ശത്രുവാ. ആരാധിക്കല്ലേ, ശത്രു. ആരാധിച്ചാലോ മിത്രം. ആരാധിക്കുന്നവർക്ക് മിത്രമാകുമ്പോൾ ആ ദാസ്യവേല ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ കടപ്പാട് നിർവഹിക്കാൻ ഈ കട്ട് കേൾക്കാൻ പോകുന്ന പിശാച് ജീവൻ പണയം വെച്ചുകൊണ്ട്. ഇതൊക്കെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണോ? ഇതൊക്കെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅന്നാ ലമസ്നസ് സമാഅ ഫവജദ്നാഹാ മുലിഅത് ഹർസൻ ശദീദൻ വശുഹബൻ وأنا كنا نقعد منها مقاعد للسمع فمن يستمع الآن يجد له شهابا رصدا وأنا لا ندري أشر أريد بمن في الأرض أم أراد بهم ربهم رشدا. അല്ലാഹുവിന്റെ ഖുർആൻ ജിന്നുകൾ പറയാണ്, വഅന്നാ ലമസ്നസ് സമാഅ ഫവജദ്നാഹാ മുലിഅത് ഹർസൻ ശദീദൻ വശുഹബാ. ഞങ്ങൾ ആകാശങ്ങളെ പ്രാപിക്കുമായിരുന്നു പണ്ട്. ഇവിടെ നിന്നും ഒരു ചാട്ടം ചാടിയാൽ 7 ആകാശം വരെ ചാടാൻ ഒരു ജിന്നിന് കഴിയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആകാശത്തെ പ്രാപിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്കവിടെ കൃത്യമായ ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ചെല്ലുമ്പോൾ അവിടെ ശക്തരായ കാവൽക്കാരെയും വശുഹുബ, നക്ഷത്രത്തിൽ നിന്നും അടർത്തിയെടുത്ത ചെങ്കോലുകളെയും ഞങ്ങൾ ഭയക്കേണ്ടിയിരിക്കുന്നു. ശക്തരായ കാവൽക്കാർ അവിടെ ഉണ്ട്. ഞങ്ങൾ പണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ ഇരിപ്പിടം, മലക്കുകൾ അവിടെ ചർച്ച നടത്തുമ്പോ അതിരുന്ന് കേൾക്കാനുള്ള ഇരിപ്പിടം പോലെ ഞങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായി. ഖുർആൻ സൂറത്തുൽ ജിന്ന് ഈ ആയത്തുകൾ. പക്ഷേ ഈസ നബിയുടെ ജനനം വന്നതോടുകൂടെ വിലക്കുകൾ വന്നു തുടങ്ങി. ഇന്ന് ഇപ്പോൾ ഈ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഹബീബിന്റെ നുബുവത്തിന് ശേഷം ഏതെങ്കിലും ഒരാൾ അങ്ങോട്ട് ചെന്ന് കട്ട് കേൾക്കാൻ ചെന്നാൽ ജിന്നിനോട് പറയുന്ന സംഭാഷണമാണിത്. ഇന്ന് ആരെങ്കിലും അത് കട്ട് കേൾക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞാൽ അവനെ പ്രാപിക്കുന്നതാണ് ശിഹാബർ റസദാ, തയ്യാർ ചെയ്യപ്പെട്ടതായ ചെങ്കോലുകൾ. അത് ഒരിക്കലും ഉന്നം പിഴക്കില്ല. ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം അത് ഷർറാണോ ഖൈറാണോ ഒന്നും ഞങ്ങൾക്ക് വകതിരിച്ചറിയാൻ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. റബ്ബ് തീരുമാനിച്ചതെന്തോ ആവാം. കേട്ടതിന്റെ പകുതി അല്ലെങ്കിൽ കേട്ടതിന്റെ അംശം ഞങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കലല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല. ഇങ്ങനെ ജിന്ന് പറയാണ്. പ്രവാചകത്വം വാദിച്ച വ്യാജസിദ്ധനായ ജൂതബാലൻ ഹബീബായ നബിയുടെ കാലത്ത് വന്നിട്ടുണ്ട്. അയാളും ഈ പണിയാണ് അന്ന് ചെയ്തിരുന്നത്. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല.
അഭിചാര വിദ്യക്കാരും വ്യാജ ഷെയ്ഖുമാരും അങ്ങനെയുണ്ട്. ചില വ്യാജ ത്വരീഖത്തിന്റെ ഷെയ്ഖ്. മുമ്പൊരു ഷെയ്ഖ് ഉണ്ടായിരുന്നു എറണാകുളം ജില്ലയിൽ. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അയാള് തന്റെ മുന്നിൽ വരുന്ന ബൈഅത്ത് ചെയ്യാൻ വരുന്ന മുരീദിനോട് പറയും, നീ പൊയ്ക്കോ, നിന്റെ സ്വപ്നത്തിൽ ഞാൻ വരാം, അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നേക്കാം, എന്നിട്ട് നമുക്ക് ബൈഅത്ത് ചെയ്യാന്ന് പറയും. അങ്ങനെ ഈ ആഗതന്റെ മുന്നിൽ നേരത്തെ പറയും, ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം, ഇപ്പൊ നീ പൊയ്ക്കോ എന്ന് പറയും. ആഗതൻ അത്ഭുതത്തോടുകൂടെ അങ്ങനെ ഞെട്ടിത്തിരിച്ചിരിക്കും. എന്റെ വീട്ടിലേക്ക് ഷെയ്ഖ് വരിക, അത് വേണ്ടായിരുന്നു, ഇല്ല നീ പൊയ്ക്കോ. അട്ടി ഓടിക്കും, ഷെയ്ഖാണല്ലോ. അങ്ങനെ ഇയാൾ പോയി അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഷെയ്ഖ് സ്വപ്നത്തിൽ വരും. ഞാൻ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത് ഞാൻ വരാതെ, നീ വന്നത് ഇന്ന ആവശ്യത്തിനല്ലേ, അതെ, ഇന്ന കാര്യങ്ങളും ചെയ്തു. ഷെയ്ഖ് ഇങ്ങനെ റെഡിമെയ്ഡ് സ്വപ്നം ഉണ്ടാക്കി വെച്ചിരിക്കാം. പിശാചിനെ സ്വാധീനിച്ചാൽ സ്വപ്നം വരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ അതെങ്ങനെ സാധിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഗവേഷണവും പഠനവും നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് എറണാകുളം ജില്ലയിൽ. അപ്പൊ എനിക്കത് അനുഭവമല്ല, പക്ഷെ അങ്ങനെ പറയപ്പെടുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ട്. ഒരു വ്യാജനായ സിദ്ധൻ അത് സാധിക്കും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന കാലഘട്ടത്തിൽ ഒരു ജൂതബാലന്റെ അത്ഭുതത്തെ കുറിച്ച് കേട്ടു. മഹാനായ ഇമാം ബുഖാരി ഇവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ അടക്കം ആ വ്യാജനെ കാണാൻ വേണ്ടി ഹബീബിന്റെ കൂടെ ഉണ്ട്. അന്ന ഉമർ തലഖ ഫീ റഹത്തിൻ മിൻ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ബിൻ സയ്യാദ്. ഇബ്നു സയ്യാദ് എന്ന പേരുള്ള കുട്ടിയാണ് ഈ അത്ഭുതബാലൻ. അയാളെ കാണാൻ വേണ്ടിയിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായാലും പോവാൻ തീരുമാനിച്ചു. കൂട്ടത്തിലെ സ്വഹാബികളും കൂടി, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളുടെ കൂട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട് റളിയല്ലാഹു അൻഹു. അപ്പോ പോകുമ്പോ ബനു ഉത്തുമ് പോകുമ്പോൾ ബനു മഹാല ഗോത്രക്കാരുടെ കൊട്ടാരത്തിന്റെ സമീപം ഉള്ള ഒരു പ്ലേ ഗ്രൗണ്ടില് ഈ ജൂതബാലൻ മറ്റു കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. കളിക്കുക എന്ന് പറഞ്ഞാൽ ആ കളി കാണുന്നിടത്തുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബികളുമായി അയാളെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ വ്യാജനെ കാണാൻ പോകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പോകുന്നത് സൂറത്ത് ദുഖാന്റെ ആയത്തുകൾ. സൂറത്ത് ദുഖാന്റെ ആയത്തുകൾ മനസ്സിലിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ പാരായണം ചെയ്താ പോകുന്നു. അങ്ങനെ പോകുന്നു. ആ സമയം ജൂതബാലനെ കാണാനിടയായി. അയാളാവട്ടെ പ്രായപൂർത്തിയോടടുത്ത ഒരു പ്രായം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശരീരം, മനുഷ്യ ശരീരം പ്രായപൂർത്തിയാവാൻ സാധ്യതയുള്ള ഒരു പ്രായമുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൗമാരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രായം. അവിടെ ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ പിന്നാലെ ചെന്നു. എന്നിട്ട് അയാളുടെ പുറത്ത് കൈവച്ചു. പിന്നാലെ നിന്ന് പുറത്ത് കൈവച്ചു. എന്നിട്ട് ഹബീബ് ചോദിച്ചു, തശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷിയാകുന്നുവോ? അയാൾ ഹബീബിലേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു, അശ്ഹദു അന്നക റസൂലുൽ ഉമ്മീൻ, ഈ കാണുന്ന ചുറ്റുവട്ടത്തുള്ള അറബികൾക്ക് മാത്രം അങ്ങ് റസൂലാണെന്ന് ഞാൻ സാക്ഷിയാകൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട് പറയാണ്, ഈ അറബികളുടെ ഇടയിൽ ഒരു റസൂൽ അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഹബീബിനോട് അയാൾ തിരിച്ചു ചോദിച്ചു, അഷ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് അങ്ങ് എന്നെ കുറിച്ചും മനസ്സിലാക്കുന്നുണ്ടോ? ഹബീബായ നബി തങ്ങൾ അയാളോട് മറുപടി പറഞ്ഞു, ആമൻതു ബില്ലാഹി വറസൂലിഹി, എനിക്ക് അല്ലാഹുവിനെയും വിശ്വാസമാണ്, അല്ലാഹുവിന്റെ എല്ലാ റസൂലിനെയും വിശ്വാസമാണ്. നീ അതിൽപ്പെട്ടതൊന്നുമല്ല. മാതാ തറ, എന്താ നിന്റെ പാട്? ഇബ്നു സയ്യാദ്, എന്താ നീ ഉദ്ദേശിക്കുന്നത്? എന്താ നിന്റെ പാട്? അയാൾ പറഞ്ഞു, ഇബ്നു സയ്യാദ് പറഞ്ഞു, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചില ബിരുദന്മാർ ഇവിടെ വരാറുണ്ട്, എന്നെ വിശ്വസിച്ചുകൊണ്ട് ചില നല്ല ആളുകളും ഇവിടെ വരാറുണ്ട്. അപ്പൊ മുത്തുനബീനെ കിട്ടുന്നു കുത്തിയാ പറഞ്ഞത്. എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വരുന്ന ചില ബിരുദന്മാർ ഇവിടെ വരാറുണ്ട്, ചില മോശക്കാർ. എന്നാ എന്നെ വിശ്വസിച്ചുകൊണ്ട് എന്റെ കൂടെ കൂടാൻ നല്ലവരും വരാറുണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു,
ഖുല്ലിത അലൈക്കൽ അംറു, കാര്യങ്ങൾ വകതിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ഒരു മനസ്സ് മാത്രമാ നിനക്കുള്ളത്. നീ പറയുന്നതൊക്കെ വെച്ച് കെട്ടിയതാ, അതിന്റെ യാഥാർത്ഥ്യമൊന്നുമില്ല, നിനക്ക് ചില തോന്നലുകളാ ഉള്ളത്, അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു. എന്നിട്ട് അയാളുടെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്നി ഖദ് ഖബ്ബഅതു ലക ഖബീഅ, എന്റെ മനസ്സിൽ ഞാൻ ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, നിന്റെ അടുത്തേക്ക് വരുമ്പോ അത് പറയാൻ നിനക്ക് കഴിയുമെന്ന് വെച്ചു. നീ വലിയ ആളാണെങ്കിൽ നിനക്കത് പറയാൻ കഴിയുമെന്ന് വെച്ചു. അപ്പൊ അയാള് പറയാൻ തുടങ്ങി, അയാള് എന്ന് പറയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബ സമയം പറഞ്ഞു, എടോ നീ നിന്യനാവടോ, നിന്റെ ഈ പരിമിതമായ കഴിവ് വിട്ടുകൊണ്ട് നിന്റെ പുറത്തേക്ക് വരാൻ നിനക്കൊരിക്കലും സാധ്യമല്ല. അല്ല മോനെ, സൂറത്ത് ദുഹാൻ അത് തീർത്ത് പറയാൻ അവന് കഴിയുന്നില്ല. കാരണം ദുഹ്ന്നുള്ള രണ്ടക്ഷരം മാത്രമാ അവന്റെ ചെവിയിൽ പിശാചിട്ട് കൊടുത്തു. അത് പൂർത്തീകരിച്ച് കേൾക്കാൻ കഴിഞ്ഞില്ല. അവൻ ദുഹ് വിട്ടിട്ട് അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ പറ്റുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത്തരം സൂത്രമൊക്കെ പൊളിച്ചടക്കി. നിനക്കതിനപ്പുറത്തേക്ക് പറയാൻ കഴിയില്ല. കാരണം നീ ജ്യോത്സ്യന, അല്ലെങ്കിൽ നീ ഒരു ആഭിചാര വിദ്യക്കാരനാ, നീ പിശാചിനെ സ്വാധീനിച്ചവനാ. പിശാച് നിനക്ക് അത്രേ തരുള്ളൂ, അതിനപ്പുറത്തേക്ക് കേൾക്കാൻ പിശാചിന് കഴിഞ്ഞിട്ടില്ല. പിശാചിന്റെ മലക്കുകൾ ഇങ്ങനെ എറിഞ്ഞു ഓടിക്കുമ്പോ ഒരു തീപ്പന്തം ഇങ്ങനെ പാറി പറന്നു പോകുന്നത് ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. ശൂന്യമായ ആകാശ ദൃശ്യങ്ങളിൽ നമുക്ക് ചില നിലാവുള്ള രാത്രികളിലൊക്കെ കാണാൻ കഴിയും. ചിലപ്പോൾ നക്ഷത്രങ്ങൾ നീങ്ങി പോകുന്ന പോലെയൊക്കെ കാണാൻ കഴിയും. ചിലപ്പോൾ തീപ്പന്തം ഇങ്ങനെ പാറിപ്പോകുന്നത് കാണാൻ കഴിയും. അത് ശുഹബ കൊണ്ട് മലക്കുകൾ ജിന്നിനെ എറിയുന്നത്. ഒരുപാട് താഴ്ന്നു പോകുന്ന അവസ്ഥയിൽ വല്ല മരങ്ങളുടെ ഭാഗത്തു കൂടിയൊക്കെയാണ്, ഉയരമുള്ള തെങ്ങ് പോലെയുള്ളതൊക്കെ ആണെങ്കിൽ, ഞങ്ങളുടെ നാട്ടിൽ അതിന് കൊള്ളിത്തരുന്നാ പറയാം, കൊള്ളിമീൻ എന്നൊക്കെ പറയും, ഉൽക്കവർഷം എന്നൊക്കെ പറഞ്ഞ് ചിലരതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അതിങ്ങനെ ഉയരമുള്ള വൃക്ഷത്തോട് ചേർന്നാ പോകുന്നതെങ്കിൽ, നല്ല ഉയരമുള്ള തെങ്ങൊക്കെ ആണെങ്കിൽ ഈ ഹൈഡ്രജൻ ഹീലിയമാകുന്ന രാസപ്രവർത്തനത്തിന്റെ നിർഗളിക്കുന്ന വിഷവാതകങ്ങൾ കൊണ്ടൊരു പക്ഷേ അത്തരം വൃക്ഷങ്ങളിൽ വലിയ കേടുപാടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അതിൽ പിന്നീടുണ്ടാകുന്ന കായ്ക്കനികൾ, തേങ്ങ പോലെയുള്ളതൊക്കെ, നാളികേരമൊക്കെ കേട് സംഭവിച്ച രീതിയിൽ പിന്നീട് കാണപ്പെടാറുണ്ട്. ഇതൊക്കെ ഈ മലക്കുകൾ എറിയുന്ന തീപ്പന്തം സഞ്ചരിക്കുന്ന ഭാഗത്തുകൂടി ഉണ്ടാകുന്ന അപകടകരമായ അവസ്ഥകളാണ്. ഇതൊക്കെ മനുഷ്യർക്ക് സാക്ഷ്യം ഉള്ള കാര്യമാണ്, മനുഷ്യർക്ക് ബോധ്യമുള്ള കാര്യമാണ്. സ്വപ്നങ്ങളെ വരെ നിയന്ത്രിക്കാൻ ജ്യോത്സ്യന്മാർക്ക് കഴിയും. ഏതായാലും ഇബ്നു സയ്യാദിന്റെ മുന്നിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിമർശനത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇടപെടാണ്. നബിയെ, അങ്ങ് അനുവാദം തന്നാൽ ഈ നിന്ദ്യനായ മനുഷ്യന്റെ പിരടി ഞാൻ വെട്ടാം നബിയെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇൻ യകുൻ ഹുവ, ഇവനെങ്ങാനും ദജ്ജാലാണെങ്കിൽ ഉമറെ നിന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ പിരടി വെട്ടേണ്ട പണി. ദജ്ജാലാണെങ്കിൽ, ഇവൻ ദജ്ജാലാണെങ്കിൽ ദജ്ജാലിന്റെ പിരടി വെട്ടാൻ ഉമറിനെ അല്ല ഏൽപ്പിച്ചിരിക്കുന്നത്, ഈസ നബിയെയാ. ഇനി ഇവൻ ദജ്ജാൽ അല്ലെങ്കിൽ ഇവനെ കൊന്നുകൊണ്ടൊന്നും വലിയ കാര്യമില്ല ഉമറെ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെയും കൊണ്ട് തിരിച്ചു പോയെന്നാണ്. അപ്പൊ ദുഹ് എന്ന് പറയാൻ അവന് കഴിഞ്ഞുള്ളൂ, ദുഹാൻ എന്ന് പറയാൻ കഴിഞ്ഞില്ല, ദുഹാന്റെ ആയത്തോതാനും കഴിഞ്ഞില്ല. അപ്പൊ അത്രത്തോളം അവന്റെ കള്ളത്തരം മുത്തുനബി സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ അത്ഭുതങ്ങളുടെ പിന്നാലെയൊക്കെ ഇതിലും വലിയ അത്ഭുതങ്ങൾ കാണിച്ചവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്വഹാബികൾ പോയിട്ടില്ല. അവർ തൗഹീദിന്റെ പിന്നാലെ നിന്നു. ഇവർക്ക് വ്യാജ ഷെയ്ഖുമാർക്ക്, പിശാചിനെ സ്വാധീനിക്കുന്നവർക്ക് മറ്റൊരാളുടെ സ്വപ്നം വരെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ഹദീസ് കേട്ടോട്ടോ, സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്. عن أبي قتادة رضي الله عنه قال رسول الله صلى الله عليه وسلم الرؤيا الصالحة من الله, ഒരു അർത്ഥമുള്ള വഹയിന്റെ അംശമെന്ന് പറയപ്പെടുന്ന മൂമിനിന്റെ സ്വപ്നം അള്ളാഹു കൊടുക്കുന്ന ഔദാര്യമാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തരട്ടെ. അർത്ഥമുള്ളത് വഹയിന്റെ 46 ഒരു അംശമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുള്ള സ്വപ്നം മുഅ്മിനായ മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഔദാര്യമാണ്, അനുഗ്രഹമാണ്. എന്നാൽ വൽ ഹുൽമു മിനശ് ശൈത്വാൻ, ചില പേക്കിനാക്കളുണ്ട്, മനുഷ്യനെ വഴിതെറ്റിക്കുന്ന സ്വപ്നങ്ങളുണ്ട്, അത് പിശാചിന്റേതാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എങ്ങാനും ഒരു പിശാചിന്റെ സ്വപ്നം ഒരാൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ പടച്ചവനോട് കാവൽ തേടാ, ഇടത്തെ വശത്തേക്ക് ആട്ടിത്തുപ്പ, അഊദു ചൊല്ലിയിട്ട് കിടന്നുറങ്ങാ, ആ സ്വപ്നത്തിന്റെ പിന്നാലെ പോവല്ലേ എന്ന ഉപദേശം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരാൾ ഉറങ്ങാൻ കിടന്ന മൂക്കിന്റെ അകത്ത് പിശാച് കയറിയിരിക്കാം, പിന്നെ അവൻ രക്തം സഞ്ചരിക്കുന്നിടത്ത് സഞ്ചരിക്കാം, അവനെന്ത് സാധ്യമാകൂലേ? ഇദസ്തൈഖള അഹദുകും മിൻ മനാമിഹി ഫയതവല്ലഉ ഫലസ്തഗ്ഫിർ സലാസ ഫഇന്ന ശൈത്താന യബീതു അലാ ഖൈസുമിഹി. സ്വഹീഹുൽ ബുഖാരി. തലേ രാത്രി നിന്റെ തരിമൂക്കിന്റെ അകത്ത് അന്തി ഉറങ്ങിയവനാ പിശാച്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മൂക്ക് നന്നായിട്ട് 3 വട്ടം ചീറ്റണമെന്ന്, ചീറ്റി പിഴിഞ്ഞു കളയണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പിശാച് നിന്റെ മൂക്കില് ഉറങ്ങിയിട്ടുണ്ട്, അവൻ പുറത്തേക്ക് പോകട്ടെ, ഉദു എടുക്കണം, നിസ്കരിക്കണം. പിശാചിനെ ആട്ടി ഓടിക്കുന്ന പണിയാ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും സിഹർ ബാധിച്ചത് ഇത്തരം ആഭിചാര്യ വിദ്യക്കാരുടെ പിശാചി സമ്പർക്കം കൊണ്ടാണ്. പിശാചിനെ സ്വാധീനിച്ചുകൊണ്ട് സിഹർ സംഭവിപ്പിക്കാൻ, പിശാചിനെ സ്വാധീനിച്ചുകൊണ്ട് സിഹർ ഉണ്ടാക്കാൻ വരും ഈ ആഭിചാര്യ വിദ്യക്കാർക്കും ജ്യോത്സ്യന്മാർക്കും കഴിയും. അത് എത്ര സംഭവങ്ങൾ മുത്തുനബിക്ക് പോലും സിഹർ ഏറ്റിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും സിഹർ ഏറ്റിട്ടുണ്ട്. കണ്ണേറ് ഈ പിശാചിന്റെ ഭാഗമാണ്. നളറും ബിൽ ഇസ്തിഹ്സാൻ മശൂബുൻ ബിഹസദ് മിൻ ഖബീഥി തബഈ യഹ്സുലുൽ മൻദൂർ ഫീഹി ലറർ എന്നാണ് കണ്ണേറിനെ കുറിച്ച് പറഞ്ഞത്. ഒരു പൈശാചിക സാന്നിധ്യമാണ് കണ്ണേറും സിഹറും ഒക്കെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കണ്ണേറ് സിഹർ പോലെയുള്ളത് ബാധിച്ചതായ ഹദീസിലുണ്ട്. സിഹർ ബാധിച്ചെന്ന് ബുഖാരിലുണ്ട്. ഒരു വിഭാഗം സംഘടനക്കാർ, കേരളത്തിലെ മുസ്ലിം നാമധാരികളായ സംഘടനക്കാർ സിഹർ ഇല്ലാന്നാ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ട് അവർ പറയുന്നുണ്ട് സിഹർ ഉണ്ട്. അവർ പറയുന്നിടത്തോളം ആരും പറയുന്നില്ല. ബുഖാരിൽ എത്ര കൊല്ലം മുമ്പുള്ള ഹദീസാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചു. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആ സന്ദർഭങ്ങളിൽ ഞാൻ പെട്ടെന്ന് പറയാം, മുത്തുനബിക്ക് ചില തോന്നലുകൾ അവിടത്തേക്ക് വരും, ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. പക്ഷെ ശരീരത്തിന് വല്ലാത്ത തളർച്ച. 1 കൊല്ലം വരെ അതുണ്ടായിരുന്നു. അല്ല 6 മാസം എന്ന് പറയുന്നുണ്ട്, അല്ല 40 ദിവസം എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരം ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കൽ ഐഷ റളിയല്ലാഹു അൻഹ ശ്രദ്ധിച്ചു, ഹത്താ കാന ദാത യൗം ദഅ വദഅ. മുത്തുനബി ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത തളർച്ച, ഒന്നും ചെയ്യാൻ കഴിയുന്നല്ല. 1 കൊല്ലം വരെ അത് ബാധിച്ചിരുന്നു. അല്ല 6 മാസമല്ല, ഒരു ഹദീസിന്റെ റിവായത്തിൽ കാണാൻ 40 ദിവസം. ഐഷ റളിയല്ലാഹു അൻഹ നിരന്തരം നിരീക്ഷിച്ചു. ആ സമയത്ത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഇടയിലെ സ്നേഹപ്രകടനങ്ങളിൽ ചിലപ്പോഴൊക്കെ ഒരു കുറവ് പോലെയൊക്കെ അനുഭവപ്പെട്ടതായും അശ്ശബി പറയുന്നുണ്ട്. കാരണം സിഹർ എന്ന് പറഞ്ഞാൽ മാ യുഫരിഖു ബിഹി ബൈനൽ മർഇ വസൗജിഹി ആണ്. ഭാര്യയും ഭർത്താവിനെയും രണ്ടാക്കാം. സിഹർ ബാധിച്ചതിന്റെ ഒരു പ്രധാന അടയാളാണത്. സിഹർ ബാധിച്ചിട്ടുണ്ടോ? പ്രധാന അടയാളം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സ്നേഹത്തിൽ അകൽച്ച വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പിശാചിന്റെ ഒന്നാമത്തെ പണി അതാ. അള്ളാഹുവിന്റെ റഹ്മത്താണ് ഭാര്യയും ഭർത്താവും കൂടി സ്നേഹത്തിലും സമ്പർക്കത്തിലും വലിയ സാഹോദര്യവും സൗഹൃദവും ഒക്കെ കാണിക്കാമെന്ന്, വലിയ ഇഷ്ടം. അത് ആദ്യം പൊളിക്കുക. അതാണ് സിഹറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. ഈ അടയാളം കാണപ്പെടുന്നുവെങ്കിൽ സൂക്ഷിക്കണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതി ആ ചീത്തയായ പൈശാചിക ബന്ധത്തെ, പൈശാചികമായ ഇടപെടലിനെ തച്ചു തകർക്കണം. ആ 2 സൂറത്ത് വർദ്ധിപ്പിച്ചാൽ മതി, സിഹറൊക്കെ ബാത്തിലാവും. ഏതായാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രശ്നമായി, ക്ഷീണമായി. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വല്ലാതെ അടങ്ങേറായി. ഐഷ ബീവിയോട് ഒരിക്കൽ ചോദിച്ച, ശഅർതി അന്നല്ലാഹ ഖദ അഫ്താനി ഫീമാ ഫീഹി ശിഫാഇ. ഐഷ, എനിക്ക് കുറച്ച് ദിവസങ്ങളായി ഞാൻ വല്ലാതെ പരീക്ഷിക്കപ്പെടുകയാണ്. നിന്നോട് ഞാനൊന്ന് പറയട്ടെ, ഞാൻ ഏതൊരു വിഷമത്തിലാണോ ആ വിഷമത്തെ ദൂരീകരിക്കാൻ അള്ളാഹു അതിനുള്ള ശിഫാഇന്റെ പ്രത്യേകമായ വാർത്ത എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഈ വിഷമം ദൂരീകരിക്കാൻ, ഇത് മാറ്റിക്കളയാനുള്ള ശിഫാഇന്റെ സന്ദേശത്തിന്റെ വാർത്ത അള്ളാഹു എനിക്ക് അറിയിച്ചിട്ടുണ്ട് ഐഷ റളിയല്ലാഹു അൻഹ. എന്നിട്ട് ഹബീബായ നബി നിങ്ങൾ പറയാൻ തുടങ്ങി, അത്താനി റജുലാനി, കഴിഞ്ഞ രാത്രി എന്റെ അടുക്കൽ 2 ആളുകൾ വന്നു. ഒരാൾ എന്റെ തലയുടെ ഭാഗത്തിരുന്നു, മറ്റേയാൾ എന്റെ കാലിന്റെ ഭാഗത്തിരുന്നു. തലയുടെ ഭാഗത്ത് സയ്യിദുനാ ജിബ്രീൽ, കാലിന്റെ ഭാഗത്ത് സയ്യിദുനാ മീകായിൽ. ഒരാൾ മറ്റൊരാളോട് പറയുന്നു, മറ്റേയാൾ ഇങ്ങോട്ട് മറുപടി പറയുന്നു. ആ ചോദ്യോത്തരത്തിന്റെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ എന്റെ പ്രശ്നം എന്താണെന്ന് കേൾക്കുകയാ. ഒരാള് മറ്റേയാളോട് അതിനൊരു പരിഹാരം ചോദിക്കുന്നു, മറ്റേയാള് പരിഹാരം പറയുന്നു. എന്താ ചോദിച്ചത്?
ഈ കിടക്കുന്ന മുത്തുനബിയിൽ എന്താ പ്രശ്നം? മറ്റേയാള് പറഞ്ഞു മത്ബൂബ്, സിഹറാണ്. ആരാ സിഹർ ചെയ്തത്? ലബീദ് ബിൻ അസ്സം എന്ന വ്യക്തി, എന്ന ജൂതനാണ് സിഹർ ചെയ്തത്. എന്തിലാ സിഹർ ചെയ്തത്? ഫി മുസ്തിൻ, ചീർപ്പിന്റെ പല്ലില്, വ മുസാഖാത്തിൻ, ചീകിയപ്പോൾ താഴെ അടർന്നു വീണ ആ പൊഴിഞ്ഞു വീണ മുടിയിൽ. മുത്തുനബിക്ക് ഖിദ്മത്തിന് വന്ന ജൂത ബാലനെ സ്വാധീനിച്ചുകൊണ്ട് അവിടെ നിന്ന് ചീകിയപ്പോൾ താഴെ വീണ പൊഴിഞ്ഞു വീണ മുടി ഈ ആഭിചാരി വിദ്യക്കാര് കൈക്കലാക്കി. അതിൽ പിന്നെയോ ഒരു ആൺ ഈത്തപ്പനയുടെ കൂമ്പാളയിൽ. എവിടെ ഇത് വെച്ചിരിക്കുന്നത്? ദർവാൻ ഗോത്രക്കാരുടെ കിണറിന്റെ അടിയിലെ പാറയുടെ ഇടയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരാള് മറ്റൊരാളോട്, അതായത് തലയുടെ ഭാഗത്തിരിക്കുന്ന, കാലിന്റെ ഭാഗത്തിരിക്കുന്ന രണ്ട് മലക്കുകൾ, ജിബ്രീൽ, മികായിൽ അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈ രണ്ടുപേരിൽ ഒരാൾ മറ്റൊരാളോട് ചോദ്യം ചോദിക്കാം, മറ്റൊരാൾ മറുപടി പറയാം. അങ്ങനെ ഈ സിഹർ ബാധിച്ചതിനെ കൃത്യമായി മുത്തുനബിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. കഴിഞ്ഞ രാത്രി അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ആയിഷ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഫത്ഹുൽ ബാരിയിലും മറ്റുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളെ ഏൽപ്പിച്ച് ആ നേതൃത്വത്തിൽ ആ സാധനം ആ പറമ്പിലെ കിണറിന്റെ അടിയിലെത്തി കല്ല് മാറ്റി ഈ സാധനം എടുത്ത് കളഞ്ഞു. മെഴുകിന്റെ രൂപം, അതില് അമ്പിന്റെ നാട കെട്ടി 11 ആണികളിൽ തറച്ച്, 11 ആണികളിൽ തറച്ച് മുത്തുനബിയുടെ രൂപമുണ്ടാക്കിയതിൽ അമ്പിന്റെ നാട കെട്ടിയ ഒരു സിഹറിന്റെ കോലം അവിടെ നിന്ന് എടുപ്പിക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്തു എന്ന് സൂറത്ത് ഫലഖ്, നാസിന്റെ വ്യാഖ്യാനങ്ങളിൽ മുഫസ്സിരീങ്ങൾ, മുഹദ്ദിഥീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ശക്തമായ സിഹർ ബാധിച്ചത് ബാത്തിലാക്കാൻ വെറും 11 ആയത്തുകളാണ്. അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് വഹി വരികയാണ്. ഖുർആനിൽ സംഘനാമത്തിൽ അറിയപ്പെടുന്ന 2 അധ്യായങ്ങളാണ് മുഅവ്വദത്തൈനി അല്ലെങ്കിൽ മുഅവ്വിദത്തൈനി, അങ്ങനെയും പറയും. ഫലഖും നാസും, ഫലഖലും നാസിലും കൂടിയിട്ട് 11 ആയത്തോളം. ഈ 11 ആയത്തുള്ള ഈ 2 അധ്യായം ഒരുമിച്ചിറങ്ങിയത് മുത്തുനബിയുടെ സിഹർ ബാത്തിലാക്കാനാണ്. ഏത് വലിയ കണ്ണേറും സിഹറും തിരിച്ചറിയാനുള്ള പ്രധാന അടയാളം ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഒരു അകൽച്ച, അതോടൊപ്പം തന്നെ അവരുടെ ഇടയിൽ മറ്റു പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ വരാം. ബാത്തിലാക്കാൻ ഒന്നേ പരിഹാരമുള്ളൂ. ഫലഖ്, നാസ് നല്ല വൃത്തിയിൽ അങ്ങോട്ട് ഓതി, വെള്ളത്തിലോതിയോ ശരീരത്തിലോതിയോ അതിന്റെ ബറക്കത്ത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഖുർആന്റെ മറ്റു ഭാഗങ്ങൾ, ഏതായാലും അതിൽ സ്പെഷ്യലാണ് ഫലഖ്, നാസ്. മുത്തുനബിയുടെ സിഹർ ബാത്തിലാവാൻ വേണ്ടി തന്നെയാണ് ഈ അധ്യായങ്ങൾ അവതരിച്ചത്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് ഞാൻ ഈ പറഞ്ഞത്. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഈ വിഷയം കൂടുതൽ വിശാലമായി പറയേണ്ടതാണ്. ഞാൻ സമയപരിമിതിയെ കണക്കിലെടുത്ത് ചുരുക്കുകയാണ്. അള്ളാഹുവിനെ ഖബൂലാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലാക്കണേ അല്ലാ. ഇൽമിൽ ബറക്കത്ത് തരണേ അല്ലാ. അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുക അല്ലാ. സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.